ഒരിടത്തൊരു അപ്പൂപ്പൻ കുറേ ആടുകളെയും കോഴികളെയും വളർത്തിയിരുന്നു. ഒറ്റയ്ക്ക് അവയെ നോക്കാൻ വയ്യാതായപ്പോൾ അയാൾ ഒരു ആട്ടിടയനെ കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. ആട്ടിടയനെ തേടി നടന്ന് നടന്ന് അയാൾ ഒരു കാട്ടിലെത്തി. അപ്പൂപ്പൻ ആദ്യം കണ്ടത് ഒരു മാനിനെയാണ്. എടാ മക്കളെ, നിനക്കൊരു ആട്ടിടയനാകാൻ താല്പര്യമുണ്ടോ? ഇത് കേട്ട മാൻ കൊമ്പ് കുലുക്കി ഗ്വാ എന്ന് കരഞ്ഞു. പക്ഷെ അപ്പൂപ്പൻ അതിഷ്ടമായില്ല. അയാൾ നടത്തം തുടർന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ അപ്പൂപ്പൻ ഒരു മുയലിനെ കണ്ടുമുട്ടി. മുയൽ കുഞ്ഞെ, നിനക്ക് ആടിനെ നോക്കാൻ അറിയാമോ? അപ്പൂപ്പൻ മുയലിനോട് ചോദിച്ചു. ക്രീ ക്രീ എന്ന് പറഞ്ഞ് മുയൽ 2 ചാട്ടം ചാടി. അത് അപ്പൂപ്പന് തീരെ പിടിച്ചില്ല. അപ്പൂപ്പൻ പിന്നെയും മുന്നിലേക്ക് നടന്നു. അടുത്തതായി കുറുക്കനെയാണ് അപ്പൂപ്പൻ കണ്ടത്. നീ ആടിനെ എങ്ങനെയാ വിളിക്കുന്നത് എന്നൊന്ന് കാണിക്കാമോ? അപ്പൂപ്പൻ ചോദിച്ചു. കുറുക്കൻ വളരെ പതുക്കെ കൂയി കൂയി എന്ന് ശബ്ദമുണ്ടാക്കി. കൊള്ളാം, ആട്ടിടയനെ കിട്ടി. ആട്ടിടയനെ കിട്ടിയ സന്തോഷത്തിൽ അപ്പൂപ്പൻ കുറുക്കനെയും കൂട്ടി വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയ പാടെ അപ്പൂപ്പൻ കുറുക്കനോടായി പറഞ്ഞു. എടാ മോനെ കുറുക്കച്ചാരെ, ഞാൻ 2 ദിവസം ഇവിടെ ഉണ്ടാവില്ല. എനിക്ക് പട്ടണത്തിൽ ഒരു ആവശ്യമായി പോകാനുണ്ട്. നീ എന്തായാലും ആടുകളെയും കോഴികളെയും നോക്കണം. ഞാൻ തിരികെ എത്തുന്നത് വരെ നീ അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം. ആടുകളെയും കോഴികളെയും കുറുക്കനെ ഏൽപ്പിച്ച് അപ്പൂപ്പൻ പട്ടണത്തിലേക്ക് പോയി. കുറുക്കനല്ലേ ആള്. അവൻ 2 ദിവസം കൊണ്ട് ആടുകളെയും കോഴികളെയും മുഴുവനും ശാപ്പിട്ടു. മടങ്ങിയെത്തിയ അപ്പൂപ്പൻ കണ്ടത് ആടുകളുടെ എല്ലും കോഴികളുടെ തൂവലുമാണ്. ദേഷ്യം വന്ന അപ്പൂപ്പൻ ഒരൊറ്റ അലറൽ. കുറുക്കനാണെങ്കിലോ വാലും പൊക്കി കാട്ടിലേക്ക് ഒരൊറ്റ ഓട്ടം.